സെന്റ് ജോർജ് 7ാം നമ്പർ വള്ളം പവർ ഫിനാൻസ് കോർപ്പറേഷനാണ് അതിനെ സ്പോൺസർ ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രാക്കില് ജവഹർ തായങ്കരി 2ാം നമ്പർ വള്ളം എരിക് ഷൂ കോർപ്പറേഷൻ ന്യൂയോർക്കാണ് അതിനെ സ്പോൺസർ ചെയ്യുന്നത്. രണ്ട് വള്ളങ്ങളും ഒരേ താളത്തില് ഒരേ ഈണത്തില് തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. 7ാം നമ്പർ വള്ളം സെന്റ് ജോർജ് ആണോ 2ാം നമ്പർ വള്ളം ജവഹർ തായങ്കരിയാണോ, രണ്ടും തൊട്ടടുത്ത രണ്ട് കരക്കാരുടെ വള്ളങ്ങളാണ്. വളരെ മനോഹരമായ രീതിയിൽ തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ജവഹർ തായങ്കരി ഹാട്രിക്കിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. എന്നാൽ സെന്റ് ജോർജ് ഒരു പകരം വീട്ടലിന് തയ്യാറെടുത്ത് വന്നിരിക്കുന്നതാണ്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് തുഴഞ്ഞു വരുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴേ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പ്രവചിക്കുവാൻ സാധിക്കാത്ത വിധം ഒപ്പത്തിനൊപ്പം ജവഹർ തായങ്കരിയും സെന്റ് ജോർജും കൂടി കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. ഇല്ല, 2ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി ഇതാ ഓരോ ഇഞ്ചിലും ഒരു കുതിപ്പെന്ന വണ്ണം മുന്നോട്ട് കയറുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എതിരാളികൾ ശക്തരല്ലെങ്കിൽ പോലും ആയാസം കുറച്ച് തുഴഞ്ഞ് കൊത്തിത്തുഴഞ്ഞ് കുട്ടനാട്ടുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊത്തിത്തുഴഞ്ഞ് കയറുന്ന ഒരു കാഴ്ച. വളരെ മനോഹരമാണ് ജവഹർ തായങ്കരി എന്ന വള്ളം. സ്റ്റീൽ കൂമ്പിൽ തീർത്ത ഏതാണ്ട് 97 തുഴക്കാരും 11 നിലക്കാരും 5 അണിയക്കാരുമുള്ള ജവഹർ തായങ്കരി. എന്നാൽ സെന്റ് ജോർജ് ഏതാണ്ട് 88 തുഴക്കാര് 10 നിലക്കാര് 4 അണിയക്കാര്. ഇതാ ജവഹർ തായങ്കരി തന്നെ 2ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫൈനലിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇതാ ജവഹർ തായങ്കരി ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോയിരിക്കുകയാണ്. എന്നാൽ സെന്റ് ജോർജും കടന്നു വരുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ അവരും തുഴഞ്ഞെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം റൗണ്ടിലെ 2ാമത്തെ ഹീറ്റ്സാണ് നടക്കേണ്ടത്. 1ാമത്തെ ട്രാക്കിൽ ശ്രീ ഗണേഷ്, ചരിത്രമുള്ള വള്ളമാണ് ശ്രീ ഗണേഷ്. ശ്രീമാൻ R.K. കുറുപ്പ്, ചുണ്ടൻ വള്ളങ്ങളുടെ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമാൻ R.K. കുറുപ്പിന്റെ വള്ളമാണ് ശ്രീ ഗണേഷ്. പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് അതിനെ സ്പോൺസർ ചെയ്യുന്നത്. എന്നാൽ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു ആലപ്പാട്. ശ്രീമാൻ ആലപ്പാട് സുധാകരൻ സാറിൻ്റെതാണ് ചുണ്ടൻ വള്ളം. ആലപ്പാടി ചുണ്ടൻ വള്ളത്തെ മലയാള മനോരമയാണ് സ്പോൺസർ ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ 2 ചുണ്ടൻ വള്ളങ്ങളും തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച. എന്നാൽ ശ്രീ ഗണേശനുണ്ടോ ആലപ്പാടിനുണ്ടോ ശ്രീ ഗണേശ്? അങ്ങനെ ഒരേ താളത്തിലെ ഒരേ ഈണത്തിലെ തുഴകൾ മുന്നോട്ട് നീട്ടി ജലതുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് നീരേറ്റുപുറത്താറ്റിലെ അല്ലെങ്കിൽ ഈ പമ്പയാറ്റിലെ പുണ്യവാഹിനിയായ പമ്പയിലെ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അതിവേഗം കുതിച്ചു പായുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇത് കേരളത്തിൽ മാത്രമേയുള്ളൂ, ഇത് കുട്ടനാട്ടിൽ മാത്രമേയുള്ളൂ. ലോകത്തിലെങ്ങും ദർശിക്കുവാൻ സാധിക്കാത്ത വളരെ മനോഹരമായ ഒരു കാഴ്ച. ഏതാണ്ട് 100-115 പേര് കയറുന്ന ആഞ്ഞിലിത്തടിയിൽ തീർത്ത ചുണ്ടൻ വള്ളങ്ങളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ശ്രീ ഗണേശ് വളരെ മനോഹരമായ രീതിയിൽ തുഴഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ ശക്തരാണവർ. തെക്കിൻ്റെ കളിയാണിത്. കൊല്ലം ജില്ലയിൽ നിന്നെത്തിയ കരുത്തന്മാരെ ശ്രീ ഗണേശിൽ കളിക്കുമ്പോഴേ ഇതാ ആലപ്പാട് ചുണ്ടനിലെ കുട്ടനാടിൻ്റെ മക്കളാണ് തുഴയുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ശ്രീ ഗണേശ് കടന്നു പോകുമ്പോഴേ ആലപ്പാടും ഇതാ കടന്നു വരുന്നുണ്ട്. ഏതാണ്ട് വള്ളപ്പാടുകളുടെ വ്യത്യാസം ഇത് കടന്നു പോയിരിക്കുകയാണ്. 1000 മീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ ലീഡിംഗ് ചാനലിലെ ഈ റേസ് കോഴ്സിലെ ഇതിലൂടെ ഇതാ ശ്രീ ഗണേശ് വള്ളം കടന്നുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പാടും തൊട്ട് പിന്നാലെയുണ്ട്. ഇനി നടക്കേണ്ടത് വെപ്പ് വള്ളം എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ 2ാം റൗണ്ട് മത്സരമാണ്. 1ാമത്തെ ട്രാക്കിൽ വെങ്ങാഴി, 2ാമത്തെ ട്രാക്കിൽ ജയ് ഷോട്ട്. 2 വള്ളങ്ങളും കേരളത്തിൽ നിന്നല്ല കുട്ടനാട്ടിലെ എല്ലാ ജലമേളകളിലും വെണ്ണിക്കൊടി പാലിച്ചിട്ടുള്ള വള്ളങ്ങളാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ 2ാം ട്രാക്കിലൂടെ ജയ് ഷോട്ട് ആ പേരനർത്ഥമാക്കത്തക്ക രീതിയിൽ വെടിയുണ്ട പോലെ ചീറിപ്പായുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ വെങ്ങാഴിയുണ്ടോ വിട്ടുകൊടുക്കുന്നു. വെങ്ങാഴിയും അങ്ങനെ ഒപ്പത്തിനെത്താനുള്ളൊരു ശ്രമം നടത്തുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ 2 വെപ്പ് വള്ളങ്ങളെ 2 കലവറ വള്ളങ്ങളെ അങ്ങനെ തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന വെങ്ങാഴിയാണോ 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജയ് ഷോട്ടാണോ വിജയിക്കുക എന്ന് പ്രവചിക്കുക സാധ്യമാണ്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതി കടന്നു വരുന്ന മനോഹരമായ ഒരു കാഴ്ച. അടനയമ്പുകളെ ഉടച്ചക്രം പോലെ കറങ്ങുകയാണ്. അങ്ങനെ കറങ്ങി കുത്തുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ